ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഇഞ്ചി പച്ചടിയാണ്. അപ്പോൾ നല്ലൊരു പീസ് ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്, 6 വെളുത്തുള്ളി അല്ലി, 6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇഞ്ചിക്ക് താഴെ തന്നെ നിൽക്കണം, ബാക്കി ചുമന്നുള്ളിയും വെളുത്തുള്ളിയും. അപ്പോൾ ഇഞ്ചി പച്ചടിയാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇഞ്ചി തന്നെ മുന്തി നിൽക്കണം. അതുപോലെ തന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു കൊച്ചു ബൗൾ തേങ്ങയും എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലൊന്ന് അരയ്ക്കുന്ന പരുവത്തിൽ ഒതുക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് അത് പാചകം ചെയ്തതിലേക്ക് പോകാം. നന്നായിട്ട് ഉടച്ച തൈര് ഞാനൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് പച്ചടിക്ക് നല്ലത്. ആ പരുവത്തിലുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തരിതരിപ്പിൽ നമ്മൾ അരച്ചെടുക്കണം. നല്ല തരിതരിപ്പ് ഉണ്ടാവണം, വടുക അങ്ങ് അരഞ്ഞു പോകരുത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങ നല്ലതായിട്ട് അരിയണം, നല്ലതായിട്ട് അരഞ്ഞെടുക്കണം. ഇനി ഇത് കൂട്ടിച്ചേർത്ത് നമുക്ക് തയ്യാറാക്കുന്നതിൽ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ കൂട്ടൊന്നിട്ട് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കണം. പച്ചച്ചവ മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. പച്ചച്ചവ മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇതെല്ലാം കൂടെ കൊത്തിയരിഞ്ഞ് നമുക്ക് വഴറ്റിയെടുത്ത് നമുക്ക് ഇഞ്ചി പച്ചടി വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ലേശം ഉപ്പ്, ലേശം കരിവേപ്പില. ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന് നമ്മൾ അടച്ച് വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ നന്നായിട്ട് വേവണം. തവിയിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം. തേങ്ങ നന്നായിട്ട് വേവണം, അല്ലെങ്കിൽ പച്ചടി വളിച്ചു പോകും കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേയേറെ നേരം ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലിനി നമ്മൾ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. തൈര് തിളയ്ക്കാൻ പാടില്ല. ഇത് നല്ല ചൂടിൽ നിൽക്കുകയാണ്. ആ ചൂടിൽ ഇത് പാകമായി കിട്ടും. നന്നായി ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് കടുതാളിച്ചെടുക്കാം. ഞാൻ കടുതാളിച്ചൊഴിച്ചിട്ടുണ്ട്. കടുതാളിപ്പെന്ന് പറയുന്നത് നമ്മുടെ വറ്റൽമുളകും കടുകും കറിവേപ്പിലയും മാത്രം മതി. പക്ഷേ കടുക് ഇച്ചിരി ഏറെ വേണം, പച്ചടിയാണ്. അതുകൊണ്ട് കടുക് ഏറെ ചേർക്കണം. നല്ല കൊഴുകൊഴുത്ത പച്ചടി റെഡിയായിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റിയായ ഇഞ്ചി പച്ചടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വിഭവമായി വരുന്നവരെ ബൈ.